കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളേറെ. കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി CJ റോയിയെ നിരീക്ഷിച്ചതിന്റെ പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ആദായനികുതി വകുപ്പ് അടക്കമുള്ള ഏജൻസി റോയിയെ ലക്ഷ്യമിട്ടത് എന്ത് എന്നതിലും ദുബായിലെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളെ സംശയത്തിന്റെ കണ്ണിലൂടെ കണ്ടതിന്റെ അടിസ്ഥാനം എന്ത് എന്നതിലും വ്യക്തതയില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ബംഗളൂരുവിലാണുള്ളത്. എന്നാൽ കർണാടകയിലെ IT യൂണിറ്റുകളെ ഒഴിവാക്കി കൊച്ചിയിലെ ആദായ നികുതി വിഭാഗമാണ് റോയിക്കെതിരെ അന്വേഷണം നടത്തിയത്. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. റോയിയുടെ അസ്വാഭാവിക മരണത്തിന് ശേഷവും ഇക്കാര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ ആദായ നികുതി വകുപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ബിസിനസ് ദുബൈയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വൻ ആഘോഷ പരിപാടിയും റോയി സംഘടിപ്പിച്ചിരുന്നു. ഇതും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഇതേക്കുറിച്ചും അന്വേഷണം നടന്നുവെന്നാണ് വിവരം. മലയാള സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഈ പരിപാടിയിൽ പങ്കെടുത്ത ചിലരെ തുടർന്ന് ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോയിയുമായി അടുത്ത ബന്ധം പുലർത്തിയ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിക്ഷേപകരിലും ഭൂവുടമകളിലും ആശങ്ക ഉയർത്തുന്നതാണ്. പദ്ധതികൾക്കായി സ്ഥലം വിട്ടു നൽകി നിർമ്മാണം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണ് കൂടുതൽ ആശങ്കയിൽ. കേരളത്തിലെ പദ്ധതികൾക്കായി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താൻ റോയി ശ്രമിച്ചിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കൂടുതൽ ശക്തമാകുന്നത്.